Okay, so today we are going to discuss about 3 more institutions that support entrepreneurial growth. അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് 3 institutions എന്ന് പറയുന്നത്. അപ്പോൾ the first one today is National Manufacturing Competitive Council, that is NMCC. See, NMCC stands for National Manufacturing Competitive Council എന്ന് നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയി. അപ്പോൾ ആ നെയിമിൽ നിന്ന് തന്നെ എന്താണ് ആ കൗൺസിലിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. സി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ കോമ്പറ്റീറ്റീവ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയായിട്ട് സെറ്റപ്പ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് NMCC എന്ന് പറയുന്നത്. So it's mainly targeted in promoting manufacturing industries to enhance their competitiveness. അപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഉള്ള ഏരിയാസിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുക. അതേസമയം എന്തൊക്കെയാണ് അവരുടെ ലിമിറ്റേഷൻസ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് വേരിയസ് പോളിസീസ്, ഒന്നുകിൽ ഇൻഡസ്ട്രി വൈസ് അല്ലെങ്കിൽ സെക്ടർ വൈസ് ആയിട്ടുള്ള പോളിസീസ് പുട്ട് ഫോർവേഡ് ചെയ്യുക ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പൊ ഇത്രയേ ഉള്ളൂ അതിന്റെ ഫംഗ്ഷൻ. നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് വേണ്ടിയായിട്ടും ആ ഇൻഡസ്ട്രീസിന്റെ സസ്റ്റനൻസിന് വേണ്ടിയായിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ്. ദേ വിൽ സ്റ്റഡി ദ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അതിന് എത്രത്തോളം ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്സിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അതിന്റെ സ്ട്രെങ്സും വീക്ക്നെസ്സും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് വേരിയസ് പോളിസീസ് അവർ ഇൻഡസ്ട്രി വൈസ് അല്ലെങ്കിൽ സെക്ടർ വൈസ് ആയിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യും ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പൊ അത് തന്നെയാണ് ഈ PPT-യിലും പറഞ്ഞിരിക്കുന്നത്. The National Manufacturing Competitiveness Council has been set up by the government to provide a continuing forum for policy dialogue to energize and sustain the growth of manufacturing industries in India. ഇതൊരു കൗൺസിലാണ്, ഇതൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് അല്ലെങ്കിൽ ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുന്നു പോളിസീസ് സെറ്റപ്പ് ചെയ്യാനായിട്ട്. എന്തിനാണ് പോളിസി സെറ്റപ്പ് ചെയ്യുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ എനർജൈസ് ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. It was formed to suggest various ways and means for enhancing the competitiveness of manufacturing sector. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കോമ്പറ്റീറ്റീവ്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് മാനുഫാക്ചറിങ് സെക്ടേഴ്സ് വിച്ച് ഹാവ് പൊട്ടൻഷ്യൽ ഫോർ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്, കറന്റ് സ്ട്രെങ്ത്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ഓഫ് ഐഡന്റിഫൈഡ് സെക്ടേഴ്സ്, and recommend national level industry or sector specific policy initiatives as may be required for augmenting the growth of manufacturing sector. അപ്പോൾ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ഈ PPT-യിൽ എഴുതിയിരിക്കുന്നത്. ഇനി കുറച്ച് ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2004. ഇപ്പോഴത്തെ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആണ്. ആസ് പാർട്ട് ഓഫ് കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് 2004-ലാണ് NMCC സെറ്റപ്പ് ചെയ്തത്. അതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആയിട്ടാണ്. അതിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററിനെയാണ് ചെയർമാൻ ആയിട്ട് അവർ ഇരുത്തിയിരിക്കുന്നത്. ഗവൺമെന്റിലെയും ഇൻഡസ്ട്രിയിലും ഉള്ള ഓരോ പേഴ്സണാലിറ്റീസ് ആണ് ഈ ഒരു ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. സോ ചെയർമാൻ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ബാക്കി മെമ്പേഴ്സ് ഫ്രം ദി ഗവൺമെന്റ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഈ ഒരു ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. ഇനി നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കും ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഈ നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിലിനെ വൈൻഡ് അപ്പ് ചെയ്യാനാണ് അവർ ഡിസൈഡ് ചെയ്തത്. ബിക്കോസ് ദ പേർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഹാസ് ബീൻ ഫുൾഫിൽഡ്. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു പേർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിനാൽ ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷനിൽ എത്തി. അപ്പൊ ഇപ്പോൾ തൽക്കാലം നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ എന്ന പേരിൽ ഒരു കൗൺസിൽ ഇല്ല. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ സ്കെയിൽ ലെവലിലുള്ള ഒരു ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണം നാഷണൽ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട്. പിന്നെ മാനുഫാക്ചറിങ് സെക്ടറിന്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ ഇൻക്രീസ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ മാനുഫാക്ചറിങ് സെക്ടേഴ്സിന് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള രീതിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുക. ഇത്രയാണ്
NMCCയുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. NMCC ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, മേ ബി എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുമായിരിക്കും. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യാത്തൊരു കൗൺസിൽ ആയതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി കുറവാണ്. Okay, so the next one is NAYE, which stands for National Alliance of Young Entrepreneurs. അപ്പൊ ഇതും നമുക്ക് ആ ഒരു നെയിമിൽ നിന്ന് തന്നെ ഇതിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കാം. ദേ ആർ ടാർഗറ്റിംഗ് അറ്റ് ദി ഡെവലപ്മെന്റ് ഓഫ് യങ് ഓൺടർപ്രണേഴ്സ് അല്ലെ. അപ്പൊ NAYE എന്താന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവർ, ആദ്യമായിട്ട് ബിസിനസ്സിൽ ഇറങ്ങുന്നവർ. സെക്കൻഡ് ജനറേഷൻ ഓൺടർപ്രണേഴ്സ് ആരാണ്? അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബിസിനസ്സിനെ അവർ ഏറ്റെടുത്ത് റൺ ചെയ്ത് പോകുന്നവരാണ്. ആദ്യമായിട്ട് ബിസിനസ്സിൽ വെഞ്ചർ ചെയ്യുന്നതല്ല, അവർക്ക് തന്നെ ഫാമിലിയിൽ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിനെ ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണേഴ്സിനെയാണ് ഇവർ എയിം ചെയ്യുന്നത്. അപ്പം ഓൺടർപ്രണറിയൽ സ്കിൽസും ടാലൻസും ഉള്ള ആൾക്കാരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആവശ്യമുള്ള ട്രെയിനിങ്ങും ഫിനാൻസും ഒക്കെ കൊടുത്തിട്ട് അവരെ ഓൺടർപ്രണേഴ്സിൽ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നാഷണൽ അലയൻസ് ഓഫ് യങ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇസ് എ നാഷണൽ ലെവൽ അപെക്സ് ഓർഗനൈസേഷൻ ഓഫ് യങ് ഓൺടർപ്രണേഴ്സ്. It assists in promoting new enterprises through first generation entrepreneurs. അപ്പോൾ ആദ്യമായിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് വരുന്നവർ വഴിയായിട്ട് പുതിയ ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ചെയ്യാനാണ് അവർ ചെയ്യുന്നത്. Their main objective is to encourage young entrepreneurs to explore investment and self-employment opportunities. ഇപ്പോൾ ഓൺടർപ്രണേഴ്സിന് ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. Now they arrange for training programs and they also helps the entrepreneurs to procure necessary finance. ഇനി ഓൺടർപ്രണേഴ്സിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന വിമൻ ആണ്. വിമനെ എൻകറേജ് ചെയ്യാനായിട്ട് അവർ സെപ്പറേറ്റ് വിങ് വരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വിമൻ ഓൺടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ. ഇനി അവരുടെ ഈ ഒബ്ജക്റ്റീവ് അവർ എങ്ങനെയാണ് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത്? വർക്ക്ഷോപ്പ് വഴി, കോൺഫറൻസ് വഴി, ട്രെയിനിങ് പ്രോഗ്രാംസ് വഴിയൊക്കെ അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു, നോളേജ് ഷെയർ ചെയ്യുന്നു ഓൺടർപ്രണേഴ്സുമായിട്ട്. ഇനി അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയായിട്ട് അവർ പല പബ്ലിക് സെക്ടർ ബാങ്ക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സെവറൽ സ്കീംസ് ഓഫർ ചെയ്യുന്നുണ്ട്. സച്ച് എസ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അവരുമായിട്ട് എല്ലാം NAYE കൊളാബറേറ്റ് ചെയ്താണ് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്നാ, ഒന്ന് യങ് ഓൺടർപ്രണേഴ്സിനെ സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അവെയർ ആക്കുക. സെക്കൻഡ് വൺ, അവരുടെ ട്രെയിനിങ്ങിന് വേണ്ട നെസസറി അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ട്രെയിൻഡ് ആയി കഴിഞ്ഞ് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് എന്താണ്? അവരുടെ ഐഡിയയെ അവർക്ക് റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഫണ്ട്സ് വേണം. ഇപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക പ്രോജക്ട് റിപ്പോർട്ട് കളക്ട് ചെയ്ത ശേഷം. ഇനി പൈസ മാത്രം പോരെ, എപ്പോഴും കോൺസ്റ്റന്റ് അഡ്വൈസും ഗൈഡൻസും അവർക്ക് വേണം. അതുകൊണ്ട് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് ഒബ്ജക്റ്റീവ്. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ഫോർ ഗെറ്റിംഗ് അസിസ്റ്റൻസ്, ഫെസിലിറ്റീസ് ആൻഡ് ഇൻസെന്റീവ്സ് എക്സ്റ്റെൻഡ് ടു ഓൺടർപ്രണേഴ്സ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഗവൺമെന്റ് വഴി എന്തെങ്കിലും സ്കീംസ് ഉണ്ട്, ഇൻസെന്റീവ്സ് ഉണ്ട്, ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം, അതെങ്ങനെ നമുക്ക് വാങ്ങിച്ചെടുക്കാം എന്നുള്ളൊരു ഗൈഡൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നാഷണൽ അലയൻസ് ഓഫ് യങ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒരെണ്ണം കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, സയൻസ് ആൻഡ് ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് പാർക്ക് സ്റ്റെപ്പ്. അപ്പം ഈ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ട്രൈങ് ടു കണക്ട് വേരിയസ് ഓർഗനൈസേഷൻസ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നവരും അക്കാഡമീസും തമ്മിൽ അവർ കണക്ട് ചെയ്യുന്നു അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരിക്കും നമ്മൾ പല എക്സ്പെരിമെന്റ്സും ചെയ്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് ബെറ്റർ ആക്കുന്നത്. അപ്പൊ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ട് ഒരു ലിങ്ക് R&D ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉണ്ടെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ റിസർച്ച് ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ഐഡിയാസിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് റിസർച്ച് നടത്താവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് അക്കാഡമിക്സും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ ആരുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഈ സയൻസ് ആൻഡ് ടെക്നോളജി ആൾക്കാരുടെ ഇൻഡസ്ട്രിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഐഡിയ ഒരാൾക്ക് നന്നായിട്ട് വന്നു, അയാൾക്ക് ഒരു റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തു. ഇഫ് ഹി കംസ് അപ്പ് വിത്ത് എ ഗുഡ് ഐഡിയ, ദെൻ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡസ്ട്രി ടു ഇംപ്ലിമെന്റ് ദാറ്റ് ഐഡിയ അല്ലെ.
നമ്മളൊരു പുതിയ ഇന്നോവേറ്റീവ് മെത്തേഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നും ഫണ്ടിങ് വേണം. പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറെ പ്രോസസ്സസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസും എക്യുപ്മെന്റ്സും ഒക്കെ വേണം. ദാറ്റ് ഇസ് വൈ ഇൻഡസ്ട്രി കംസ് ഇൻ. So they are linking academics, research and development institutions and the industry together. Science and technology people നാണ് ഇത് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ലിങ്ക് ചെയ്യുക, ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റിസർച്ച്, ഫിനാൻസ്, മാനേജ്മെന്റ്, ഗവൺമെന്റ്, ഈ ഏരിയാസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ. The science parks and similar initiatives help in creating an atmosphere for innovation and entrepreneurship. For active interaction between academic institutions and industries for sharing ideas, knowledge, experience, and facilities for the development of new technologies and their rapid transfer to the end user. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷനെയും ഓൺടർപ്രണർഷിപ്പിനും വേണ്ടിയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നു. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രീസും തമ്മിൽ ലിങ്ക് ചെയ്യുന്നു. അതുവഴി അവർക്ക് ഐഡിയാസ്, നോളജ്, എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാം, ഫെസിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യാം. ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എക്സ്പീരിയൻസും ഫെസിലിറ്റീസും ഉണ്ട്, അക്കാഡമിക്സിൽ ഉള്ളവർക്ക് ഐഡിയയും നോളജും ഉണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. The major objective of STEP are to forge linkage among academic and R&D institutions on one hand and the industry on the other, and also promote innovative enterprise to science and technology persons. അപ്പോൾ അക്കാഡമിക്സും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിൽ ലിങ്ക് ഉണ്ടാക്കുക, ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക് ഉണ്ടാക്കുക, എന്നിട്ട് ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. A STEP creates a necessary climate for innovation, information exchange, sharing of experience and facilities for starting a successful economic venture. അപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഇന്നോവേഷൻ, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, എക്സ്പീരിയൻസ് ഷെയറിംഗ്, ഫെസിലിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. It was initiated to provide a reorientation in the approach to innovation and entrepreneurship involving പല ഏരിയാസ് ഒരുമിച്ച് കൊണ്ടുവരാണ്. എഡ്യൂക്കേഷൻ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് ഇൻവോൾവ് ആണ്. ഇതെല്ലാ സെക്ടേഴ്സിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരെണ്ണമാണ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. യൂണിവേഴ്സിറ്റീസ്, അക്കാഡമിക് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ, ഇൻഡസ്ട്രിയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കുക. പ്രൊമോട്ട് ഓൺടർപ്രണർഷിപ്പ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി പേഴ്സൺസ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഓൺടർപ്രണർഷിപ്പ് വഴിയായിട്ട് ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പ്രൊവൈഡ് R&D സപ്പോർട്ട് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മോസ്റ്റ്ലി ത്രൂ ഇന്ററാക്ഷൻ വിത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളിപ്പോൾ ഇൻഡസ്ട്രീനെ ലിങ്ക് ചെയ്യുന്നു, R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അക്കാഡമിക്സ്, ഇൻഡസ്ട്രി, ഇവർ മൂന്നുപേരാണ് തമ്മിൽ കണക്റ്റഡ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വഴി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് കൂടുതൽ സാധനം, ക്വാളിറ്റി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റെപ്പ് ആണ്. ദെൻ ടു പ്രൊമോട്ട് ഇന്നോവേഷൻ ബേസ്ഡ് എന്റർപ്രൈസസ്, ന്യൂ ഐഡിയാസ്. Innovation means something novel, something which has not been tried out before, something which we are trying for the first time. അപ്പൊ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരിക. ഇത്രയാണ് സ്റ്റെപ്പിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓർത്തു വെച്ചിരുന്നത് NMCC സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ മാനുഫാക്ചറിംഗ് കോമ്പറ്റീറ്റീവ് കൗൺസിൽ. നെയിമിൽ നിന്ന് തന്നെ നമുക്കറിയാം മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തതാണ്. അപ്പൊ ഏത് സെക്ടറിലാണ് കൂടുതൽ കോമ്പറ്റീറ്റീവ്നെസ് ഉള്ളത്, സ്ട്രെങ്സും വീക്ക്നെസ്സും എന്തൊക്കെയാണ്, അതിനെ ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് എന്തൊക്കെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ കൗൺസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് അതിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കും ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് അവർ ഡിസൈഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയാൻ നാഷണൽ അലയൻസ് ഓഫ് യങ് ഓൺടർപ്രണേഴ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യങ് ഓൺടർപ്രണേഴ്സ്, എസ്പെഷ്യലി വിമനാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറെ വർക്ക്ഷോപ്സും സെമിനാർസും കോൺഫറൻസസും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേരിയസ് പബ്ലിക് സെക്ടർ ബാങ്ക്സുമായിട്ട് കൊളാബറേഷനിൽ എൻ്റർ ചെയ്താണ് ഫണ്ട്സ് ഓഫർ ചെയ്യുന്നത്. പിന്നെ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ്, ട്രെയിനിങ് കൊടുക്കുക, ഫണ്ട്സ് കൊടുക്കുക, കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക, ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസെന്റീവ്സും അസിസ്റ്റൻസും ഫെസിലിറ്റീസിനും ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ലാസ്റ്റ് വൺ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് പാർക്കാണ്. ഇവർ മൂന്നുപേരെയാണ് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്.
അക്കാഡമിക്സിനെയും ഇൻഡസ്ട്രീനെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ ഇവർ മൂന്നുപേരെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുവാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് പാർക്കിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. So they establish a link between the university, academic universities, research and development institutions and industry. Science and technology persons വഴിയായിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക, ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് DIC എന്താണ്, നിസ്ബഡ് എന്താണ്, അതുപോലെ വാട്ട് ഈസ് എ സ്റ്റാർട്ടപ്പ് ആൻഡ് വാട്ട് ആർ ഇൻക്യുബേറ്റേഴ്സ് എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്താൽ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആകും. അപ്പൊ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയും മതി. താങ്ക് യു.